ഹായ് ഹലോ C3 വേൾഡിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇത് എങ്ങടേക്കാണ് പോണേന്നല്ലേ? ഞാൻ ഒന്ന് ബ്യൂട്ടി പാർലറിൽ പോയി ഒന്ന് മിനിക്ക് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോണത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ സെയിം ബ്യൂട്ടി പാർലർ തന്നെ, പിങ്ക് ബ്യൂട്ടി പാർലർ, നമ്മുടെ LFൻ്റെ ഓപ്പോസിറ്റ്, LF കഴിഞ്ഞിട്ട് മൂലൻസിൻ്റെ മെയിൻ പുതിയ മൂലൻസിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഫ്രണ്ടിലായിട്ടാണ് പിങ്ക് ബ്യൂട്ടി പാർലർ വന്നത്. അപ്പോൾ ഞാൻ ബ്യൂട്ടി പാർലറിലോട്ട് എത്തി. അവിടെ നിന്ന് മുകളിലേക്ക് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ. ലിഫ്റ്റിൽ കയറാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. ചില സമയത്ത് ലിഫ്റ്റ് ഓൺ ആവും, ചില സമയത്ത് ലിഫ്റ്റ് ഓൺ ആവില്ല. അങ്ങനെ ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് കയറാമെന്ന് വിചാരിച്ചു. സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ പിങ്ക് ബ്യൂട്ടി പാർലർ വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചു. അടുത്ത ദിവസങ്ങളിലൊക്കെ കുറച്ച് പരിപാടികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ വിചാരിച്ചു ഫേഷ്യൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അവിടുത്തെ നമുക്ക് അവിടെ ഉള്ള സ്റ്റാഫ് ഫേഷ്യലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ നമ്മുടെ ഒരു സ്കിന്നിന് സ്യൂട്ടാവുന്ന രീതിയിലുള്ളൊരു ഫേഷ്യൽ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ത്രെഡിങ് ചെയ്തു. ത്രെഡിങ് നല്ല സൂപ്പറായിട്ട് തന്നെ അവർ ചെയ്തു തന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ സ്റ്റാഫൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫാണ്. അങ്ങനെ ത്രെഡിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി വെട്ടണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. അപ്പോൾ കുറേ നാളായി മുടി വെട്ടിയിട്ട്. പിന്നെ എനിക്ക് ലെയർ കട്ടൊന്ന് പരീക്ഷിച്ച് നോക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ സ്റ്റാഫ് ഭയങ്കര, അതായത് മുടി വെട്ടണ ആകെ ഒരാളുണ്ടായിരുന്നുള്ള ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഫേഷ്യൽ ചെയ്തിട്ടുള്ളൊരു ലുക്കാണ്. പിന്നെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് മുടി അഴിച്ചിട്ട് നിൽക്കുന്ന ഒരു കോലമാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു എന്നാൽ DPU വെട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ DPU ആണെങ്കിൽ അവർ പറഞ്ഞു സെറ്റൊന്നും ചെയ്തു തരില്ല, ജസ്റ്റ് വേണമെങ്കിൽ വെട്ടിത്തരാമെന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അതാണ് മെയിൻ കാരണം. അങ്ങനെ നമ്മൾ മുടിയൊക്കെ വെട്ടി DPU ആണ് വെട്ടിയത്. അപ്പോൾ ഇവിടുത്തേന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കയറി വരാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ബ്യൂട്ടി പാർലറായിട്ടാണ്. ഞാൻ എപ്പോഴും പിങ്കിലാണ് വരുന്നത്. പിന്നെ നമ്മുടെ കസിൻസിനൊക്കെ വെച്ച് അവിടെ വെച്ച് കണ്ടിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷം വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുള്ളൊരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യണവർ ചാനൽ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലെയുള്ള നല്ല അടിപൊളി വീഡിയോസൊക്കെ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മുടിവെട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. മുടിവെട്ടൊക്കെ കഴിഞ്ഞ് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. നമുക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ ചേരുമോ എന്നുള്ളതും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ കുറേശ്ശൊക്കെ മുടി വെട്ടണുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ലെങ്ത്ത് കുറയ്ക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ അവർ നമ്മളെ കാണിച്ചു തരാണ്, വെട്ടുമ്പോൾ ഇത്രയും മുറിക്കണുള്ളൂ കേട്ടോ എന്നൊക്കെ രീതിയിൽ. അങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റാഫാണ് അവിടുത്തെ. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു നമ്മൾ കൊടുക്കണ ആ ഒരു എമൗണ്ടിൻ്റെ രീതിയിലുള്ള നല്ലൊരു സംഭവങ്ങൾ അവർ ചെയ്തു തരും. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ ലുക്ക് ഇഷ്ടമായിട്ടുള്ളവർ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഇരണ ഒരു രീതിയല്ല, ഇത് വെറുതെ നടക്കുന്ന ഒരു വകച്ചിലിട്ടിട്ട് വെറുതെ ഇത് ചെയ്യണതാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുള്ളവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.